സ്മരിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് ഇ.കെ. നായനാരുടെ ചരമദിന നാൾ. അദ്ദേഹത്തിന്റെ ആ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഖാവ് പള്ളം, ഞാൻ പേര് കേട്ടിട്ടുള്ളൂ. എങ്ങനെ പേര് കേട്ടത്? നേരത്തെ സഖാവ് വിനയൻ പറഞ്ഞ മാതിരി പലർക്കും അറിയില്ല കാര്യം. കാരണം ഇവിടെ ഒരു ഏകാംഗ നാടക മത്സരം വള്ളം ദിനത്തിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നു. ഞാനത് തിരുവപ്പുറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു ഭാരവാഹിയെ എല്ലാ വർഷവും സ്ഥിരമായിട്ട് നമ്മളെ ഏകാംഗ നാടക മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. 2-3 പ്രാവശ്യം ഞാനതിലെ കഥാപാത്രമായിട്ട് അഭിനയിക്കാനുള്ള അവസരവും എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പള്ളത്തിന്റെ പേര് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം ഈ നാട്ടില് ഒപ്പത്ത് മാത്രമല്ല, തിരുവേപ്പുറ അടക്കമുള്ള പ്രദേശങ്ങളിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ വിഷമത അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ കയ്യും മെയ്യും മറന്ന് വസൂരി പോലെയുള്ള മഹാമാരികൾ ഉള്ള സമയത്ത്, ആ കാലം എന്ന് പറഞ്ഞാൽ ഇന്ന് അന്നത്തെ വസൂരി മാതിരിയല്ല. വസൂരി വന്നാൽ ഒരാളെ അങ്ങോട്ട് ഒഴിവാക്കി വയ്യ, ഒരു പെര വെച്ച് കൊടുത്ത് അവിടെ കണ്ട് ഒഴിവാക്കുക, പിന്നെ ഒരു ഇഷ്യൂയില്ല. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് സ്വന്തം ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു മാന്യ ദേഹമായിരുന്നു സഖാവ് പള്ളം എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ട് പറയാം. പിന്നെ സഖാവ് ആര്യാപള്ളമാണ്. ആര്യാപള്ളത്തിന് നല്ല പരിചയമാണ്. കാരണം സാമൂഹ്യ രംഗത്ത് കാര്യമായ പ്രവർത്തനം നടത്തിയ, പ്രത്യേകിച്ച് വനിതകളുടെ പുരോഗതിക്ക് വേണ്ടി വളരെയധികം പ്രയത്നിച്ചൊരു മഹതിയായിരുന്നു സഖാവ് ആര്യാപള്ളം. ഇവിടെ ഇപ്പോൾ സാധാരണ പെൻഷനൊക്കെ ആവുന്നു, പിരിഞ്ഞു പോകുന്ന സമയത്തുള്ളൊരു ഒരു ചടങ്ങ് എനിക്ക് തോന്നിയത്. പിരിഞ്ഞു പോകുമ്പോൾ അങ്ങനെ മാസന്മാരൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ചടങ്ങായിട്ട് നടത്താറ്. അതേമാതിരി എങ്ങനെ ഈ അവാർഡിന് സേതുമാരെ തീരുമാനിച്ചത് ഞാൻ അത്ഭുതപ്പെടുക. എന്നോട് ആദ്യം അനീഷ പറഞ്ഞു, മൂത്ത മകൻ അനീഷ പറഞ്ഞത് ഇങ്ങനെ അച്ഛന് ഈ കൊല്ലത്തെ പള്ള സ്മാരക അവാർഡ് ഉണ്ടത്രേ. നമുക്ക് വിചിതമെന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കാരണം പള്ളം പോലെയുള്ളവരും ഇത്രയും മഹാനായ വ്യക്തിത്വത്തിന്റെ പേരിലുള്ള ഒരു അവാർഡ് വാങ്ങാൻ മാത്രം സേതുമാഷ് വളർന്നു എന്ന് ഞാൻ ഇപ്പോഴും ഞാൻ പിന്നെ ഒരു എനിക്ക് മനസ്സിൽ വരുന്നില്ല. കാരണം അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് ചെറുപ്പം മുതൽക്കേക്ക് സ്വഭാവം ഉണ്ടായിരുന്നു. നേരത്തെ വിനയൻ ഇവിടെ സൂചിപ്പിച്ച മാതിരി അതിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആൾക്കാരെ ഒപ്പം നടന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ മാതിരിയല്ലല്ലോ. ഇന്നിപ്പോ മൊബൈലിൽ ഇങ്ങനെ തൊട്ട് അമർത്തിയാൽ എല്ലാ കാര്യങ്ങളും നടക്കും. അതാണ് ഇപ്പൊ നമുക്ക് പറ്റിയ വലിയ തകരാറ്. അന്നങ്ങനെയല്ല. അന്ന് നമ്മളെ തെരഞ്ഞു വരിക ആൾക്കാര് ഫോം ഫില്ലപ്പ് ചെയ്യാൻ എന്ത് കാര്യങ്ങൾക്കും നമ്മൾ വേണം. ആദ്യകാലത്ത് ഞാൻ ജോലിയിലൊക്കെ ചേർന്നതിന് മുമ്പ് അന്ന് മുതൽക്ക് തുടങ്ങിയ പ്രവർത്തനം. അന്ന് എനിക്കൊരു ലേബലൊന്നുമില്ല. ജനങ്ങളെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആൾക്കാരെ സഹായിക്കുക എന്നൊരു മനസ്ഥിതി എക്കാലം മുതൽക്ക്. അതാണ് ഇവിടെ നേരത്തെ വിനയൻ സൂചിപ്പിച്ചത്. പിന്നെ കല്യാണം ഉണ്ടായാൽ അവിടെ ആദ്യസ്ഥാനം ഉണ്ടാവും, ദഹനമാണെങ്കിൽ മുണ്ടുമാറ്റി കയ്യിലുണ്ടാവും, മരണം ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ ചടങ്ങുകളും നടത്തും. അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ത് ബന്ധങ്ങളായിട്ടും കാര്യമില്ല. നേരത്തെ പറഞ്ഞ മാതിരി 10 കൊല്ലക്കാലം നാനാസുഖ സൂചിപ്പിക്കേണ്ടായി. 10 വർഷക്കാലം ഈ സർക്കാരിന്റെ ആനുകൂല്യങ്ങളിൽ അംശം പറ്റാത്ത ഒരു കേരളീയൻ ഇല്ല. പക്ഷേ ഒരു ഇലക്ഷൻ വന്നപ്പോ നേരെ തിരിച്ച് നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ സംഭവം അവിടെ നടന്നു.
അപ്പൊ എങ്കിലും ആ ഒരു സ്വഭാവം ചെറുപ്പം മുതൽക്കുണ്ട്. അതുകൊണ്ടാണ് 1967 ഞാൻ ഈ പ്രവർത്തനത്തിന്, എന്റെ മനസ്സിലുള്ള പ്രവർത്തനത്തിന് പറ്റിയ ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് 1967 ഞാൻ പാർട്ടി അംഗത്വം സ്വീകരിച്ചു. അന്ന് തന്നെയാണ് ഞാൻ ജോലിയിലും ചേർത്തത്. 19 വയസ്സാണ്. 19 വയസ്സിൽ UP സ്കൂളിലെ മാഷായി ഇത് ജോയിൻ ചെയ്തു. ആ കൊല്ലത്തിൽ തന്നെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു. അതിന് മുമ്പ് ഞാൻ KSYFന്റെ, അന്ന് DYFIന്റെ പഴയ രൂപം, KSYFന്റെ തൃത്താല പട്ടാമ്പി ബ്ലോക്കുകൾ സംയുക്തമാണ്. അന്ന് മരിച്ചുപോയ, മൺമറഞ്ഞുപോയ ബാലൻ മാഷ്, TK പിന്നെ ഉണ്ണികൃഷ്ണൻ മാഷ്, MS കുമാർ, അവരൊക്കെ, രാഘവൻ അഡ്വക്കറ്റ്, അവരൊക്കെ ഉണ്ടായിരുന്ന കമ്മിറ്റിയില്, ആ ബ്ലോക്ക് കമ്മിറ്റി, രണ്ട് ബ്ലോക്കുകളും കൂടിയില്ല, സംയുക്തമായിട്ട് കമ്മിറ്റി അതിൽ മെമ്പറായിരുന്നു. ആ കാലം മുതൽക്ക് ഞാൻ ഈ പ്രവർത്തനവുമായി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയാനാണ്. അപ്പോ ആ രണ്ടും 67 ജോലി കിട്ടിയതും മെമ്പർഷിപ്പ് തുടർന്നു. ഇപ്പോ 78 വയസ്സായി. വലിയ വയസ്സൊന്നുമല്ല. പക്ഷേ ഞാൻ ഏരിയ കമ്മിറ്റിയിൽ കുറെ കാലം ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ വിനയം പറഞ്ഞുകൂടെ, ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞത്, ഒഴിഞ്ഞു കൊടുക്കുന്നതിന് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതാണ്. ഞാനൊരു പ്രാവശ്യം ഒരു സമ്മേളനത്തിൽ, ഏതായാലും ഞാൻ ഓർക്കുന്നില്ല, ഒരു സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ഞാനേ ഏരിയ കമ്മിറ്റിക്ക് വിളിക്കുക, ഞാൻ ഒഴിവാക്കാം എന്ന് പറഞ്ഞപ്പോ അന്ന് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ആ പട്ടാമ്പി രാജസ്മാരത്തിൽ പോകുന്ന റൂട്ടിൽ വെച്ച് വിജയനെ കൈമ പിടിച്ചു പറഞ്ഞു. വിജയൻ, അഡ്വക്കേറ്റ് വിജയൻ, പള്ളിപ്പുറമുള്ള, മൺമറഞ്ഞു പോയി. അദ്ദേഹത്തെ കൈമ പിടിച്ചു പറഞ്ഞു, സേതു മാഷെ, ഈ സമ്മേളനത്തിൽ കൂടി നിങ്ങൾ ഏരിയ കമ്മിറ്റി ഇരിക്കണം എന്ന് പറഞ്ഞു. ഞാനത് ശിരസാ വഹിച്ചു. കാരണം എന്തെങ്കിലും ഉണ്ടാവും, ഈ പാർട്ടിക്ക് നാശം വരുന്ന വല്ലതൊക്കെ വരാൻ പോകുന്നുണ്ടാവും. അതിന് സേതുമാഷ് അതിനെ പ്രതിരോധിക്കാൻ സേതുമാഷ് നമ്മുടെ കൂടെ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിലാവും വിജയൻ എന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞത്. ഞാനതനുസരിച്ചു. ആ വർഷം ഞാൻ ഏരിയ കമ്മിറ്റി. പിന്നെ വർഷം വിജയനോട് ഞാൻ പറഞ്ഞു, വിജയ്, ഒരു ശുപാർശ പറയുന്നത്, ഞാൻ കമ്മിറ്റിയില്ല, ഏരിയ കമ്മിറ്റി ഇരിക്കില്ല. കാരണം വേറെ വിഷമം കൊണ്ടല്ല, എനിക്ക് ഒന്നാമത് ഞാൻ വരാനുള്ള വിഷമങ്ങളുണ്ട്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറെ ദൂരെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മുമ്പത്തമായി പ്രവർത്തിക്കാൻ വയ്യ, അതുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മറ്റേ വിനയന്റെ മനസ്സിലുള്ള ആ ധാരണയും കൂടി കൂടിയപ്പോ അങ്ങനെ ഏരിയ കമ്മിറ്റി നിന്ന് ഒഴിഞ്ഞു പോയി. അങ്ങനെ ഒരു കൊല്ലം LC സെക്രട്ടറിക്ക് ദീർഘകാലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ LC സെക്രട്ടറി, പിന്നെ LC മെമ്പറായിട്ട് പ്രധാനം. പിന്നെ മകനും കൂടി ലോക്കൽ കമ്മിറ്റിയിൽ വന്നപ്പോ അച്ഛനും മകനും കൂടി ഒരു കമ്മിറ്റിയിൽ വേണ്ട വിചാരിച്ചിട്ട് പിന്നെ ശാരീരിക വൈകല്യമുണ്ട്, ശ്രവണം ഒരു വലിയ പ്രശ്നമാണ്. ഏരിയ കമ്മിറ്റി കൂടിയാൽ വിനയനായാലും ഉണ്ണികൃഷ്ണനായാലും, എന്റെ പേര് അവിടെ പറയാണ്, മൺമറഞ്ഞു പോയി, ഉണ്ണികൃഷ്ണനായാലും വിനയനായാലും പറയും, ആ മിനിറ്റ്സ് ബുക്ക് എഴുതാ സേതുമാഷെ, നിൽക്കാണെങ്കിലോ ഈ പറഞ്ഞ മുഴുവൻ കേൾക്കൂല, ശരി പഠിക്കരുത്. അതുകൊണ്ട് അപ്പൊ ഞാൻ ആ ശിരസ വഹിക്കത്. എന്നാലും വിനയം പറഞ്ഞാലേ, ഉണ്ണികൃഷ്ണൻ പറഞ്ഞാലേ ശിരസ വഹിച്ച് ചിലപ്പോക്കെ പറഞ്ഞൊക്കെ തെറ്റിയിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും എഴുതി വെക്കും കാര്യങ്ങളൊക്കെ. സ്ഥിരം ഞാനാണ് പിന്നെ മിനിസ്റ്റേഴ്സ്. അപ്പൊ അതുകൊണ്ട് നല്ല ഭക്ഷണം തോന്നിയിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ ചരിത്രം. അങ്ങനെ പല രൂപത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 10 കൊല്ലക്കാലം ഒരേ വാർഡിൽ മെമ്പറായിരുന്നുണ്ട്, തിരുവപ്പുറം പഞ്ചായത്തില്. അത് പ്രസിഡന്റ് ആവാൻ വേണ്ടി നറുക്കെടുപ്പ് ഉണ്ടായാലും നറുക്ക് നമുക്ക് അനുകൂലം ആവശ്യമല്ലോ എപ്പോഴും. അനുകൂലം ആയിച്ചതോട് പ്രസിഡന്റ് ആയിച്ചത് മാത്രം. 10 കൊല്ലക്കാലം പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതുപോലെ കൊപ്പം ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു 5 കൊല്ലം, ഡയറക്ടറായിരുന്നു 5 കൊല്ലം. അതുപോലെ ബാലസംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി. ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ഉന്നതിയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയും ഞാൻ ഈ നാട്ടിലൊക്കെ നടന്ന് അളക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു.
തിരുവപ്പുറ ആ 1-ാം വാർഡില് എന്റെ ടാപ്പ് ചെയ്യാത്തൊരു വീടും ഉണ്ടായില്ല പഴയ കാലത്ത്. അങ്ങനെ ഒരു സ്വഭാവം കൂടി ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, ഈ ദഹടത്തിന്റെ ഒപ്പം തന്നെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുമ്പോ ആൾക്കാർ വലുതൊക്കെ അങ്ങനെയുള്ളൊരു സ്വഭാവം. മാഷേ കൊണ്ടേക്കോളൂ, വണ്ടിക്ക് എണ്ണ പിടിക്കല്ലേ. അത് ഇന്നേ വരെ ഒരു പൈസ ഒരാളുടെ അടുത്തും നമ്മൾ അങ്ങനെ സേവനം ചെയ്യാന്നല്ലാതെ ആ ഒരു ത്വരയാണ് എന്റെ മനസ്സിൽ ഇന്നും ഉള്ളത്. ഇന്നും പല ആളുകളിലും ആ ഒരു സ്വഭാവ വൈശിഷ്ട്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുക. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല. നമ്മൾ വളരെയധികം നിരുത്സാഹമുണ്ട് നമ്മുടെ സഖാക്കൾ. അത് മാറ്റി മറിച്ചിട്ട് ജനങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. എനിക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നില്ല. ആ റീഡ് ചെയ്യാൻ കഴിയാത്തതിന്റെ ഫലമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു അപകടം സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം. എന്റെ ജീവനുള്ളിടത്തോളം കണ്ണടയുന്നത് വരെ ഞാൻ ഈ പാർട്ടിക്കൊപ്പം ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ പാർട്ടി ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവും. ഈ പാർട്ടി ഇവിടെ വളരണം. ഈ പാർട്ടി ഇന്ത്യയാകെ പടർന്നു വന്നിരിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം തോളോട് ചേർന്ന് ഞാൻ ഉണ്ടാവുമെന്ന് ഈ സഭയിൽ ഞാൻ നിങ്ങളോട് വളരെയധികം ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ, വള്ളത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ അവാർഡ് തരാൻ ഇവിടെ കമ്മിറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ കമ്മിറ്റിക്ക് ഞാൻ അവാർഡ് തരാൻ എന്നെ തെരഞ്ഞെടുത്തതിൽ എന്റെ എല്ലാവിധ പിന്നെ അഭിവാദ്യങ്ങളും ഞാൻ ആ കമ്മിറ്റിക്ക് നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ധന്യവാദം.